അതായത് ഇന്നലെ തന്നെ വലിയ തോതിലുള്ള തിരച്ചിലുകളെല്ലാം തന്നെ പരമാവധി ഇവിടെ നടത്തിയിരുന്നു. ഈ സ്ഥലത്താണ് പ്രധാനമായും തിരച്ചിലെല്ലാം തന്നെ ഇന്നലെയെല്ലാം നടന്നത്. ഇന്നിപ്പോൾ മുകളിലേക്ക് കയറി, അതായത് ഏകദേശം ഒരു 8-10 കിലോമീറ്ററോളം മുകളിലേക്ക് കയറിയാണ് ഇന്ന് തിരച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘവും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ സംഘവും എല്ലാം തന്നെ ഇവിടെ തിരച്ചിൽ നടത്തുകയാണ്. ഇവിടേക്ക് ഏകദേശം ഒരു 20 കിലോമീറ്ററിലധികം ഒഴുകി മൃതദേഹങ്ങൾ എത്തി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇവിടെ എത്തിയപ്പോഴാണ് ഇതെല്ലാം തന്നെ ചിതറി പോയ ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഇവിടേക്ക് എത്തിയ ശരീരഭാഗങ്ങളാണെന്ന് അറിയുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ എത്തുന്നു എന്ന് ഒരുപക്ഷെ തോന്നിപ്പോയേക്കാം. കാരണം അതിനുള്ളൊരു ഉത്തരമാണ് ഇവിടെ. കാരണം വളരെ വലിയ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഈ മരങ്ങളും അതുപോലെ തന്നെ മറ്റ് ഈ മണ്ണിൻ്റെ അവശിഷ്ടങ്ങളും എല്ലാം തന്നെ അതിനെല്ലാം ഇടയിലൂടെ ഇവിടെയെല്ലാം തന്നെ നമുക്ക് വീടുകളുടെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ഇവിടെ കാണാൻ സാധിച്ചിരുന്നു. അതായത് എത്രയോ കിലോമീറ്ററുകൾക്ക് അകലെ നടന്ന ഒരു അപകടം, ആ അപകടത്തിൻ്റെ അവിടെ നിന്നുള്ള അവശിഷ്ടങ്ങൾ ഇവിടേക്ക് വരെ എത്തുക എന്ന് പറയുന്നത്, വയനാട് ജില്ലയിൽ നടന്ന ഒരു അപകടം മലപ്പുറം ജില്ലയുടെ നിലമ്പൂർ വരേക്കും എത്തുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ തിരച്ചിൽ അവസാനിപ്പിച്ച് കൂടുതൽ മുകളിലേക്ക് സൂചിപ്പാറ വരേക്കും തിരച്ചിൽ നടത്താനാണ് ഇന്നിപ്പോൾ സംഘങ്ങളെല്ലാം തന്നെ പോയിരിക്കുന്നത്. അതിരാവിലെ തന്നെ, അതായത് പുലർച്ചെ 5 മണിയോടുകൂടി തന്നെ ഇവിടെ നിന്നുള്ള സംഘങ്ങളെല്ലാം തന്നെ സൂചിപ്പാറ മേഖലയിലേക്ക് പോയി. ഇന്നലെ സൂചിപ്പാറയിൽ നിന്നും മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയാതിരുന്നു. കാരണം കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. വന്യമൃഗങ്ങളുടെ എല്ലാം തന്നെ ശല്യമെല്ലാം തന്നെ ഉള്ള ഒരു സാഹചര്യം ആയതിനാൽ തന്നെ അവിടെ നിന്നും മൃതദേഹങ്ങൾ എത്തിക്കാനായി കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷേ അതിരാവിലെ പോയി അവിടെ കണ്ടെത്തിയ മൃതദേഹങ്ങളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കൂടുതലായും ആളുകളെല്ലാം തന്നെ പോയിട്ടുള്ളത്. എനിക്ക് പുറകിൽ കാണുന്നതാണ് ഈ ചാലിയാറിൻ്റെ ഒരു കൈവഴി എന്നോണം ഒഴുകിയെത്തുന്നത്, നിലമ്പൂരിലേക്ക് ഒഴുകിയെത്തുന്ന ഈ ഒരു ഭാഗമാണ്. ഈ പുഴയിലൂടെയാണ് കൂടുതലും മൃതശരീരങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത്. അതായത് നമ്മൾ ഇവിടുത്തെ ആദിവാസി വിഭാഗത്തിലെ ആളുകളുമായി സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവർ ഇവിടെ നിന്നും നടന്ന് മുകളിലേക്ക് പോയിരുന്നു. അതായത് വയനാട് വരേക്കും ഇവിടെ നിന്ന് നടന്ന് മുകളിലേക്ക് പോയിരുന്ന ആളുകളാണ്. അവർ നടന്ന് പോയിരുന്ന ഒരു സമയത്ത് അവർ പറയുന്നത് ഏകദേശം 15-20 കിലോമീറ്ററോളം ഉണ്ട്. അതിൽ തന്നെ 3 വെള്ളച്ചാട്ടങ്ങളുണ്ട്. അത് വലിയ ആഴമേറിയ പാറക്കൂട്ടങ്ങൾക്കിടയിലേക്കാണ്, അതായത് വലിയ ആഴങ്ങളിലേക്കാണ് ഒഴുകിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ പോത്തുകല്ലിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, അതായത് അവിടെ പക്ഷേ എലിഷോയ് പറയുന്നത് പോലെ തന്നെ രക്ഷാദൗത്യമൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. പക്ഷെ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇന്നലെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒഴുകി മൃതദേഹങ്ങൾ വന്നത് ആ ഭാഗത്തേക്കാണ്. അപ്പോൾ ആ നിലമ്പൂരിലേക്ക് കൊണ്ടുപോയ മൃതദേഹങ്ങളൊക്കെ പിന്നീട് മേപ്പാടിയിലേക്ക് കൊണ്ടുപോവുകയും തിരിച്ചറിയാൻ വേണ്ടി കൊണ്ടുപോവുകയും ചെയ്തിരുന്നു.